അപ്പോൾ ഇവിടുത്തെ ഇതിനൊക്കെ 2 ചിരട്ട പാലുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിരട്ട നിറഞ്ഞു കഴിയുമ്പം നമ്മൾ അടുത്ത ചിരട്ട മാറ്റി വെച്ച് കൊടുക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ നല്ല പാലുള്ള മരങ്ങൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ 2 ചിരട്ട സെറ്റ് ചെയ്ത് കൊടുക്കും. ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റബ്ബർ വെട്ടുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യം. എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റബ്ബർ വെട്ടുന്നതും അതുപോലെ തന്നെ കറയെടുത്ത് നമ്മൾ ഷീറ്റാക്കി അത് നമ്മൾ റബ്ബർ ഷീറ്റ് അടിച്ച് എടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇതിനകത്ത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നമുക്ക് ചെയ്യണം. ഇതിപ്പോൾ നമ്മുടെ റബ്ബർ തോട്ടമാണ്. ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഏകദേശം ഒരു 10-200 മൂട് മരമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ വെട്ടുന്നില്ല. ഒരു 150 മരമൊക്കെ നമ്മൾ വെട്ടുന്നുള്ളൂ. ബാക്കിയൊന്നും വെട്ടാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറിയ തൈകളാണ്, ചെറിയ റബ്ബറാണ്. അത് അത്രയും അങ്ങോട്ട് വണ്ണിച്ചിട്ടില്ല, അതുകൊണ്ട് അത് ഇപ്പോൾ വെട്ടുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ വെട്ടുന്നത്. അപ്പോൾ ഇപ്പം കുറച്ച് സമയമായിട്ട് വെട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം ഇലയൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയം നമ്മൾ റബ്ബർ വെട്ട് നിർത്തും. റബ്ബറിൻ്റെ ഇല പൊഴിഞ്ഞ് പിന്നെ അത് ഇല വന്ന് തളിരിലയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കാണ് വീണ്ടും നമ്മൾ റബ്ബർ വെട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു സമയമാണ്. ഇലയൊക്കെ മാറി വന്ന് നല്ല ഇലയൊക്കെ വന്ന് പിന്നെ തളിരിലയെല്ലാം മാറി അവിടെ നല്ല ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധാരണ വെട്ടുന്നത് 1-2 ദിവസങ്ങളിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ വെട്ടിയെങ്കിൽ നമ്മൾ നാളെ വെട്ടത്തില്ല, മറ്റന്നാൾ വെട്ടും. അങ്ങനെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് സാധാരണയായിട്ട് റബ്ബർ വെട്ടുന്നത്. പിന്നെ അല്ലാതെ ഈ ഒരു മരുന്നൊക്കെ യൂസ് ചെയ്ത് നമ്മൾ റബ്ബർ വെട്ടുന്നവരൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം അവസാനം ഒരു കാലയളവൊക്കെ ആകുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. വെട്ടുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ടോ, ഒട്ടുപാൽ നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കണം. നമ്മൾ ആദ്യം വെട്ടിപ്പോയ മരമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം റബ്ബർ പാൽ വന്ന് ചിരട്ടയ്ക്കകത്ത് ഇപ്പോൾ ഒരു കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എടുക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാലെടുക്കാറാകുമ്പോൾ നമ്മളിത് വന്ന് എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ നമ്മൾ വെട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കത്തി ഇപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്, വെട്ടാനും കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെട്ടുന്നത്. ജബോങ് കത്തി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അല്ലാതെ നമുക്ക് സാധാരണ നമ്മുടെ റബ്ബർ കത്തി ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ കോർത്തിരിക്കുന്ന സാധാരണ വെട്ടുന്ന ആ കത്തിയും ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് ഇച്ചിരി കൂടെ എളുപ്പമുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് റബ്ബർ വെട്ടുന്നത്. ഇത് സാധാ നാടൻ കത്തിയാണ്. അത് 2 ടൈപ്പ് വരുന്നുണ്ട്. ഒരെണ്ണം ഇച്ചിരി ലെങ്തി ആയിട്ടും പിന്നെ കുറച്ച് നീളം കുറഞ്ഞതായിട്ടും, അങ്ങനെ 3 ടൈപ്പ് കത്തിയാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് വെട്ടുന്നത്. ഇപ്പോൾ അല്ലാതെ വെട്ടുന്നവരൊക്കെ ഉണ്ട്, കടും വെട്ടുക എന്നൊക്കെ പറഞ്ഞ് വെട്ടുന്നവരൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ മരുന്ന് തേച്ചിട്ട് ഒരു മരുന്നുണ്ട്. അപ്പോൾ ആ മരുന്ന് തേച്ച് ആഴ്ചയിൽ ഒരിക്കലാണ് വെട്ടുന്നത്. അപ്പോൾ അത് ഏകദേശം അവസാനമൊക്കെ ആകുമ്പോഴാണ് സാധാരണ വെട്ടുന്നത്. അങ്ങനെ വെട്ടുന്നവരും ഉണ്ട്, കാരണം നമ്മൾ മാക്സിമം അതിനകത്ത് പാൽ ഊറ്റിയെടുക്കാനായിട്ട് ആണ് മരുന്ന് തേച്ച് വെട്ടുന്നത്. അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കലേ വെട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഇടവിട്ടുള്ള ദിവസങ്ങൾ വെട്ടുന്ന പോലെ തന്നെ ഫുള്ള് റബ്ബർ പാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതാണ് കടും വെട്ടുക എന്ന് പറയുന്നത്. അതൊരു മരുന്ന് ഇങ്ങനെ പട്ടയിലൊക്കെ തേച്ച് കൊടുത്തിട്ടാണ് വെട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കടും വെട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ 1 വെട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഞായറാഴ്ചയാണ് നമ്മൾ റബ്ബർ വെട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ശനിയാഴ്ചയാണ് വെട്ടുന്നതെങ്കിൽ അതിന് 2 ദിവസം മുമ്പ് 24 മണിക്കൂർ മുൻപ് നമ്മൾ മരുന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞായറാഴ്ച വെട്ടുന്നതെങ്കിൽ നമ്മൾ ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ച വൈകുന്നേരം എങ്കിലും നമ്മൾ ആ മരുന്ന് അതിൽ തേച്ച് കൊടുക്കണം. അത് തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞായറാഴ്ച വന്ന് വെട്ടുന്നു. അങ്ങനെയാണ് ആ മരുന്ന് തേച്ചുള്ള വെട്ടുന്നതിൻ്റെ രീതി. ടെംപ്ലേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇതെന്നാന്ന് പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുകയില്ല. ഇത് നമ്മൾ റബ്ബർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്നതിന് വേറെ കുറേ രീതികളൊക്കെയാണ്. നമ്മൾ വെറുതെ കൊണ്ട് മരത്തിൽ ഇങ്ങനെ വട്ടം വെച്ച് മാർക്ക് ചെയ്യുമല്ല, ഇതിനൊരു ചെരിവുണ്ട്. അതുപോലെ തന്നെ ഇത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ റബ്ബറിൻ്റെ ഹാഫ് എടുക്കണം, എന്നിട്ടൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മളതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ റബ്ബർ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. മാർക്കറാണിത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു മാർക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റബ്ബർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് റബ്ബറിൽ ഡിസൈനാണെങ്കിൽ കൂടെ നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മാർക്കർ.
ഇത് ഇപ്പോൾ ഇതുപോലെ ഉള്ള പട്ടമരവിപ്പ് മൂലം നമ്മുടെ റബ്ബറിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ തോലിങ്ങനെ പൊളിഞ്ഞ് വരുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് ചിരണ്ടി കളയാനായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ചിരണ്ടി വെച്ച് നമുക്ക് അവിടെ മരുന്ന് തേച്ച് കൊടുക്കാം. ബോഡോ മിശ്രിതമൊക്കെ നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ ഇതങ്ങനെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ബോഡോ മിശ്രിതം നമ്മൾ അടിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് റബ്ബർ കോമ്പൗണ്ട് നമ്മൾ തേച്ച് കൊടുക്കും. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പട്ടമരവിപ്പൊക്കെ മാറിക്കോളും, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ റബ്ബർ പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ദേ ഇവിടെ ഡിഷിനകത്ത് ഷീറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷീറ്റാക്കി എടുക്കണേ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റബ്ബർ പാലും വെള്ളവും സമാസമം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ആസിഡും കൂടെ മിക്സ് ചെയ്ത് ആണ് നമ്മളിത് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ആസിഡ് മിക്സ് ചെയ്താൽ നമുക്കൊരു എളുപ്പത്തിൽ നമുക്കത് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസിഡ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളൊരു 11 മണിക്കൊക്കെ നമ്മളിത് 11 മണി 11:30 നമ്മളിത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് സെറ്റായി നമുക്ക് ഷീറ്റ് അടിക്കാറായി കിട്ടും. ഇപ്പോൾ ദേ ഇവിടെ എല്ലാം ഡിഷിനകത്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുവാണ്. നമ്മൾ ഷീറ്റ് അടിച്ചെടുക്കാനുള്ള 2 മെഷീൻ ഇതാണ്. അപ്പോൾ ഇത് റോളറാണ്. ഇതിലൂടെ നമ്മൾ ഷീറ്റ് കയറ്റി കറക്കി എടുത്താൽ ചില വെള്ളം എല്ലാം വാർന്നു പോയിട്ട് ഷീറ്റിൻ്റെ കട്ടിയൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിന് നമ്മൾ ഇത് നമ്മൾ ഇങ്ങനെ മുറുക്കി നമ്മളൊരു 3-4 തവണ ഒരു ഷീറ്റ് നമ്മൾ ഇതിനകത്തൂടെ ഇതിലേക്കൂടെ നമ്മൾ വെച്ച് കൊടുത്ത് ഇത് കറക്കിയെടുക്കും. അതിനുശേഷം നമ്മൾ അടുത്ത മെഷീനിലേക്ക്. അപ്പോൾ ഇതാണ് അച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ അച്ചിനകത്തൂടെ നമ്മൾ ഒരു തവണ ഷീറ്റ് എടുത്ത് കറക്കി എടുക്കും. അപ്പോൾ ഈ അച്ച് പതിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഷീറ്റ് കട്ടിയാവും. ഷീറ്റ് നല്ല ഒരു ഷേപ്പിലും കട്ടിയിലും വെള്ളമൊക്കെ പോയി നല്ല രീതിയിൽ നമുക്ക് പതിഞ്ഞ് കിട്ടും. അപ്പോൾ എന്നാൽ നമുക്ക് നന്നായിട്ട് ഉണങ്ങിയെടുക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊണ്ടുപോയി ഉണങ്ങാൻ ഇടാം. പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ലൈനുള്ള ഒരു അച്ചി കൂടെയാണ് നമ്മൾ അടുത്ത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷീറ്റടി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് വിരിച്ചിട്ട് ഉണങ്ങിയെടുത്താൽ മതി. ഷീറ്റ് ഇതാണ് നമ്മൾ കടയിലൊക്കെ കൊടുക്കാൻ പരുവം. അപ്പം ഇവിടുന്ന് നമ്മൾ നോക്കി അങ്ങാപ്പുറം കാണുന്ന രീതിയിൽ ഷീറ്റ് പൊളിഞ്ഞു വരണം. അപ്പോൾ ഇതൊക്കെ കണ്ട, ഇതൊക്കെ അത്രയ്ക്കും ഉണങ്ങിയിട്ടില്ല. ഇതൊക്കെ ഒരു ദിവസം മുമ്പുള്ള ഷീറ്റാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് നോക്കിയാൽ മറുവശം കാണത്തില്ല, തെളിഞ്ഞിട്ടില്ല. അപ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന ഷീറ്റാണ് നമുക്ക് കടയിൽ കൊടുക്കാൻ പാകത്തിനാകുന്ന ഷീറ്റ്. ഹലോ ഗൈസ്, ദേ നമ്മുടെ റബ്ബർ ഷീറ്റെല്ലാം നമ്മളിത് ഇവിടെ ഉണങ്ങാൻ ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇതൊക്കെ 2-3 ദിവസം ആയതാണ് കേട്ടോ. ഉണ്ടോ, ഇതെല്ലാം ഇങ്ങനെ ഇവിടെ ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ.